വരാൻ പറ്റൂലേ? ഇങ്ങനെ നമ്മള് എത്തി. തലേന്ന് വേല പോയി. ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ബാത്റൂം കേസിലാണ്. അപ്പോൾ ബാത്റൂം കേസിന്റെ വിശേഷം കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ എത്തിയിട്ട് എന്തൊക്കെയാണ് ബാത്റൂം കേസിന്റെ സ്പെഷ്യാലിറ്റി അങ്ങനെ കുറെ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ പറയാം. അപ്പൊ അതെ, നമ്മൾ ഇപ്പൊ പോകുന്നത് ക്യാബിലാണ്. കാരണം നമുക്ക് ഇവിടെ 15 മിനിറ്റ് ദൂരേ ഉള്ളൂ. ബുക്കിംഗ് ഫീൽഡാങ്കിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങളൊന്ന് ബാക്കി കേസിലേക്കും 15 മിനിറ്റ് ഉണ്ടാവും. മെട്രോ കാര്യങ്ങളൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ബാക്കി കേസ് എത്തിയിട്ട് ബാക്കി കേസിന്റെ വിശേഷങ്ങൾ സ്പെഷ്യാലിറ്റി കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പം പിന്നെ അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ. നമ്മളിവിടെ പോകുന്നത് ഗ്രാബിലാണ്. ഗ്രാബ് ഇവിടുത്തെ ഊബറാണ്, ചീപ്പാണ് ഇവിടെ. മെട്രോ പോകുമ്പോൾ 2 മെട്രോ ഒക്കെ കയറി ഇറങ്ങണം. പക്ഷേ ഗ്രാബ് ഈസിയാണ്. எலக்ட்ரிக் சார்ஜ் இப்போ குறவு அது அதுதான் மாற்றிக்குவாங்க ரொம்ப பேர். எல்லா வீட்லயும் பாஸ் ஆகணுமே, காடி வாங்கிட்டாங்களா? ബാത്റൂം കേസിലെത്തിയിട്ട് അടിപൊളി വ്യൂ. നല്ല വെയിലുണ്ട്. അപ്പൊ ബാക്കി കേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മലേഷ്യയിലെ ഏറ്റവും ഉയരം, മലേഷ്യയിൽ നിന്നല്ല, ലോകത്തിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഒരു മുരുകന്റെ പ്രതിമയാണ്. എനിക്ക് ഫുള്ള് കേവാണ്. ആക്ച്വലി കേവിന്റെ ഉള്ളിലാണ് ടെമ്പിൾ ഉള്ളത്. അതാണ് ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ആക്ച്വലി തായ്പൂസം എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവൽ ആണ് ഇവിടെ ഏറ്റവും വലിയ സെലിബ്രേഷൻ. അത് എല്ലാ കൊല്ലം, അതായത് എല്ലാ കൊല്ലം ജാനുവരി ലാസ്റ്റ്, ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് ഒക്കെ ആകുമ്പോഴാണ് തായ്പൂസത്തിന്റെ സെലിബ്രേഷൻ നടക്കുന്നത്. അത് സാധാരണയായിട്ട് നമ്മുടെ സിംഗപ്പൂർ, മലേഷ്യ, ശ്രീലങ്ക, തമിഴ്നാടൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് കൊണ്ടാടുന്നത്. ഈയിടെ മറ്റേ നമ്മളെ ശൂലം കേട്ടിട്ടുള്ള പരിപാടിക്ക് ഭയങ്കര സന്തോഷം ഇവിടെ. അപ്പൊ ഈ ജാനുവരി ലാസ്റ്റ്, ഫെബ്രുവരി ആദ്യ വീക്കിലൊക്കെ ഈ മലേഷ്യയിലേക്ക് വരികയാണെങ്കിൽ ഈ ഇതുപോലത്തെ തായ്പൂസ ഉത്സവമൊക്കെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഏറ്റവും വലിയ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഈ 272 പടികൾ കയറുക എന്നതാണ്. എനിക്ക് ഉള്ളിലേക്ക് കയറുമ്പോൾ നമ്മള് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ ബസ്സിന്റെ കാര്യം, സ്ലീവ്ലെസ്, അതുപോലെ തന്നെ ഷോർട്സ് കാര്യങ്ങളൊന്നും ഇടാൻ പറ്റില്ല. മുട്ടിന് താഴെയുള്ള കുപ്പായങ്ങൾ മാത്രമേ ഇവിടെ അലോ ചെയ്യുള്ളൂ. പിന്നെ ചിലപ്പോൾ ആദ്യമായിട്ട് വരുന്ന ആൾക്കാർ, ചിലപ്പോൾ അതൊന്നും അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ കൗണ്ടറിൽ ചോദിച്ചു കഴിഞ്ഞാൽ റെന്റിന് നമുക്ക് ഡ്രസ്സ് കിട്ടും ഫുള്ളായിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു 9 മണിക്ക് 10 മണിക്ക് എങ്ങാനും കൊടുത്തു കഴിഞ്ഞാൽ കുപ്പായം കിട്ടാൻ ചാൻസ് ഉണ്ട്. കുറെ കേർവ്സിന്റെ ഉള്ളിൽ ഓരോ ടെമ്പിൾ ഉണ്ട്. മെയിൻ കേർവിലേക്ക് ചെയ്യുന്ന ഇവിടെ പൈസ കാര്യങ്ങളൊന്നുമില്ല, ഫ്രീ ആണ്. പിന്നെ രാമായണ കേർവ്സ് നോക്കി പറഞ്ഞ് ഡാർക്ക് കേർവ് എന്നൊക്കെ പറഞ്ഞുള്ള ടെമ്പിളിലേക്ക് ചെയ്യുന്നെങ്കിൽ നമ്മൾ അവിടെ അവർ ഫീസ് ചോദിക്കുന്നുണ്ട്.
അങ്ങനെ കാര്യങ്ങളൊക്കെ കുറച്ച് ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ മെയിനായിട്ട് ഇവിടെ കുരങ്ങനാണ്. കുരങ്ങന്റെ ശല്യം എന്ന് വെച്ചാൽ ഭയങ്കര പിന്നെ നമ്മൾ ഫുഡ് കാര്യങ്ങളൊക്കെ എടുത്ത് കൊണ്ടുപോവാണെങ്കില് അതുപോലെ തന്നെ എന്തെങ്കിലും ക്യാമറ കാര്യങ്ങളൊക്കെ എടുത്ത് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ സൂക്ഷിക്കുക. എടുത്ത് കുരങ്ങന്മാരായോണ്ടേ എടുത്ത് കൊണ്ടുപോയി കഴിയുമ്പോൾ തിരിച്ച് കിട്ടൂല. മനുഷ്യന് ഏറ്റവും കൂടുതൽ മുസ്ലിം രാജ്യമാണ്. പക്ഷെ എന്നാലും കൂടുതൽ പേര് തമിഴൻസാണ്. ഹിന്ദു തമിഴൻസാണ് ഏറ്റവും കൂടുതലായിട്ടാണ് കാണുന്നത്. ഇപ്പൊ ഭാഷാ പ്രശ്നം അങ്ങനത്തെ കാര്യങ്ങളൊന്നും തമിഴ് ആൾക്കാർ ഇവിടെ ഉള്ളതുകൊണ്ട് അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാം. വരാൻ പറ്റൂലേ? 72 സ്റ്റെപ്പാണ് നമ്മൾ കയറാൻ പോകുന്നത്. കുറച്ച് കലോറി കുറയ്ക്കണം. കുറെ കാലത്തിന് ശേഷം എക്സസൈസ് ഒന്നും ചെയ്യാത്തോണ്ട് പരിഗണന അതിന്റെ മുകളിൽ അപ്പൊ നമ്മൾ ചെയ്തിട്ട് വരുന്നത് ഇപ്പോൾ നമ്മൾ കയറുകയാണ്. സ്റ്റെപ്പ് എണ്ണുന്നുണ്ടോ? പിന്നെ അതോട് പണ്ടേ എണ്ണി വെച്ചതാ. നീ എണ്ണിക്കഴിഞ്ഞാൽ നടക്കൂല. ഇങ്ങനെ നമ്മള് എത്തി. പെട്ടെന്ന് എത്തിയാൽ പോലെ ഉണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു 10 സ്റ്റെപ്പും കൂടി ഉണ്ട്. ചെന്ന് സ്റ്റെപ്പ് കാണിച്ചത് അതിൻ്റെ കൂടെ കഴിഞ്ഞാൽ കഴിഞ്ഞു. നമ്മളിങ്ങനെ ചെയ്യുന്നതാണല്ലേ. നല്ല അടിപൊളി വ്യൂ അല്ലേ? അതെ, പാറക്കല്ലാണ് തൂങ്ങി നിൽക്കുന്നത്. അടിപൊളി. പാറക്കല്ലിൻ്റെ ഉള്ളിൽ ഒരു ടെമ്പിൾ. എല്ലാവരും ഫോട്ടോ എടുക്കുന്ന മലേഷ്യയിൽ വന്ന ബാക്കി സാരം മിസ്സാണ്. അടി കൂടെയായിട്ട് നല്ല തണുപ്പ് മുകളിൽ വന്നപ്പോ.
അപ്പോൾ ഇന്നത്തെ ബാക്കിയൊക്കെ വിശേഷങ്ങളുമായിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതുവരെ ഈ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനിയും അടുത്ത വീഡിയോ കാണുന്നത് വരെ see you soon. This is Honey and this is Vivek signing off.